ഗൈസ് ഇന്ന് ഭയങ്കര ലോ കിലോമീറ്റർ കാറാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. വെറും 49,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു കിഡിലൻ ക്രെറ്റയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതും SX ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിൽ വരുന്ന വണ്ടി. അത് വണ്ടിയുടെ ഫാൻസി നമ്പറാണ് 5252 എന്ന് പറഞ്ഞ ഫാൻസി നമ്പർ. മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ മെയിൻ ക്ലാസ് ഒന്നും വണ്ടിക്ക് മാറിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു ഫാമിലി യൂസ്ഡ് വണ്ടി അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി ക്രെറ്റയൊക്കെ വാങ്ങണമെങ്കിൽ എത്രയാണ് ഇപ്പോൾ റേറ്റ് എന്നുള്ളത്? 15 രൂപ തൊട്ട് 20 ലക്ഷം വരെയൊക്കെ റേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു റേറ്റിൽ 10 ലക്ഷം രൂപയുടെ ഉള്ളിൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ലോ കിലോമീറ്റർ കാർ 49,000 കിലോമീറ്റർ മാത്രം ഓടി അടിപൊളി വണ്ടി നമുക്ക് എടുക്കാനായിട്ട് പറ്റും ചെയ്യും. പിന്നെ അലോയ്സ് വണ്ടിക്ക് അവൈലബിൾ ആണ്, ഫോഗ് ലാമ്പ് അവൈലബിൾ ആണ്, മിറർ ലൈറ്റിന് ആഡ് ചെയ്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്, കീലെസ് എൻട്രി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇപ്പോൾ വണ്ടി ലോക്കായി, കീ എൻ്റെ കയ്യിലുണ്ട്, ലോക്കായി. ഇനി ഇൻറ്റീരിയറിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. പിന്നെ സീറ്റ് ഇലക്ട്രിക്കലല്ല വരുന്നത്. പിന്നെ സീറ്റ് അപ്പോൾസ്റ്ററി കമ്പനി സീറ്റ് അപ്പോൾസ്റ്ററി തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യണത്. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റാണ്, ആൻഡ്രോയിഡ് സ്ക്രീനും വണ്ടിക്ക് അവൈലബിൾ ആണ്. ബാക്ക് സീറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിലും വണ്ടി നല്ല നീറ്റായിട്ട് തന്നെ കിടക്കണം. കമ്പനി സീറ്റ് കവറോട് കൂടെ അവർ വണ്ടിയുടെ ഇൻറ്റീരിയർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സെൻട്രലിൽ AC, അതായത് റിയർ AC വണ്ടിക്ക് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു വണ്ടി കുറച്ച് പൊടി പിടിച്ചാൽ കിടക്കണത്, അവർ വണ്ടി റെഗുലർ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ SX ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ബാക്ക് വൈപ്പർ വണ്ടിക്ക് അവൈലബിൾ ആണ്. പിന്നെ മൊത്തം വണ്ടി ചുറ്റും നടന്ന് നിങ്ങൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഐഡിയ, കാരണം റീല് മാത്രം കണ്ടുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രൂപം കിട്ടും വണ്ടിയുടെ. പിന്നെ സൈഡ് ബോഡി വരാണെങ്കിലും വണ്ടി നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് എടുക്കണം. വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ട് വരണേ. അപ്പോൾ ഓണർഷിപ്പ് സെക്കൻഡ്, പിന്നെ എന്താ പറയുക, കിലോമീറ്റർ 49,000, ഫാൻസി നമ്പർ പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്, SX എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ഞാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം വണ്ടീനെ വിളിക്കുക. തൃശ്ശൂർ നടത്തറ എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്കാണ് വണ്ടി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഇതൊരു കച്ചവടക്കാരുടെ കയ്യിലെടുക്കുന്ന വണ്ടിയോ ഡീലർമാരുടെ കയ്യിലെടുക്കുന്ന വണ്ടിയല്ല, വണ്ടി പക്ക ഫാമിലി യൂസ്ഡ് ആണ്. അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ നമുക്ക് വണ്ടി വന്ന് കാണാനും വണ്ടി പർച്ചേസ് ചെയ്യാനും പറ്റും. പിന്നെ IDV ഉള്ള ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയും കൂടെ അവൈലബിൾ ആണ്. സോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം വിളിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വണ്ടി വാങ്ങാനുള്ള സംവിധാനം നമുക്ക് ഇമ്മീഡിയറ്റ്ലി നോക്കാം. താങ്ക് യു.